ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന തിളച്ച വെള്ളത്തിൽ വേവിച്ചെടുക്കുന്ന പൂരിയുടേതാണ്. അപ്പോൾ നമ്മൾ സാധാരണ പൂരി ചുട്ടെടുക്കുന്നത് ഓയിലാണല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റെസിപ്പി കാണുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ തീർത്ത് തരാൻ വേണ്ടിയിട്ടാണ്. എനിക്കിത് ആദ്യം കണ്ടപ്പോൾ ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിത് തിളച്ച വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുമോ, അതുപോലെ തന്നെ പൊട്ടിപ്പോകുമോ, കുഴഞ്ഞിരിക്കുമോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ട് നോക്കാം. അപ്പോൾ സാധാരണ പൂരിയുടെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതെല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ മൈദയോ ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഒരല്പം ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറിയ ചൂടുള്ള പാലോ അതല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പൂരിമാവ് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മാവിൽ നിന്നൊരു 6 ബോൾസ് തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പത്തിരിപ്പലകയിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ പ്രഷറിൽ വെച്ചിട്ടോ ഒക്കെ സാധാരണ പൂരിയുടെ അതേ വലുപ്പത്തിലും കട്ടിയിലൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഞാനിവിടെ പാനിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോന്നും ഒരു 3 മിനിറ്റ് വീതം വേവിച്ചെടുക്കണം കേട്ടോ, എന്നാലാണ് ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഇവിടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല കുഴഞ്ഞിട്ടാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നോക്കാം. ഇനി ബാക്കിയുള്ളതും അതുപോലെ വേവിച്ചെടുക്കട്ടെ. അതിന് വേണ്ടിയിട്ട് മറ്റൊരു ഗ്യാസ് സ്റ്റോപ്പിലേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പലഹാരം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ തിളച്ച വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ടേസ്റ്റ് അതിന് കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ടേസ്റ്റുള്ള ഫില്ലിങ് തന്നെ ഇതിലേക്ക് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്പൈസി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പാനിൽ ഒരല്പം ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുത്ത ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോള സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കഷ്ണമീനാണ്. ഇത് ചെറുതായിട്ടൊന്ന് പിച്ചിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് റോൾ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം ഇതുപോലെയാണുള്ളത്, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, നമ്മളിത് പൂരിയുടെ ആ ഒരു കനത്തിലൊന്നും പരത്തിയെടുക്കരുത്, തീരെ നൈസായിട്ട് പരത്തിയെടുക്കണം. കാരണം വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ഒന്ന് കട്ടി പോലെ വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ, എന്നാലാണ് നമുക്ക് ശരിക്കത് റോൾ ചെയ്യാനും കഴിയുള്ളൂ. അതുപോലെ തന്നെ വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തുകൊണ്ട് തന്നെ അത് പൊട്ടിപ്പോകുന്നില്ല. അതുപോലെ ഈ ഒരു ഫില്ലിങ് വെച്ചുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒത്തിരി മൗത്ത് വാട്ടറിങ് ഒന്നുമല്ല, എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുത്ത് ഇതുപോലെ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ട്രൈ ചെയ്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്